പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഇന്ന് പ്രത്യേകമായി കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. വിശ്വസ്തത, വിശ്വാസം ഇത് രണ്ടും ഒരേ തരത്തിൽപ്പെടുത്താവുന്ന കാര്യമാണ്. വിശ്വസ്തതയും വിശ്വാസവും, അതാണ് ദൈവ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, വിശ്വാസത്തോട് വിശ്വസ്തരായിരിക്കുക, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. ഇത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നമ്മളെ ഒരു ഈശോയുടെ പീഡാനുഭവ അനുസ്മരണ ബലിയർപ്പണം, അത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ പല വിചാരമൊന്നുമില്ലാതെ, നല്ല ശ്രദ്ധയോടുകൂടെ, സംസാരമൊന്നുമില്ലാതെ, വീഡിയോ പിടുത്തമോ ഫോൺ വിളിയോ ഒന്നുമില്ലാതെ വളരെ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദൈവത്തിന് കൊടുക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നീതിമാൻ, അത് കൊടുക്കുന്നവൻ ആ വിശ്വാസം മൂലം ജീവിക്കും. നമ്മളിപ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നല്ല വിശ്വസ്തയോടുകൂടെ, കർത്താവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയോടുകൂടെ പങ്കുചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം വന്നു ചേരും. നമുക്കതിനുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പണം അനുഗ്രഹമാകട്ടെ. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ
കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വലത്തുകരം നിരന്തര സഹായത്താൽ അങ്ങ് കുടുംബത്തെ വലയം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ജാതനായ ഏകപുത്രന്റെ ഉത്ഥാനത്താൽ സമസ്ത തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് സ്വർഗീയ ദാനങ്ങളാൽ ഞങ്ങൾ മുന്നേറുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് അപ്പോസ്തലന്മാരെ അപമാനിക്കുവാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും തെർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. അവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട് ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിൻ്റെ മുൻപിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷി നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ്, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്, മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെയെന്ന് ജനങ്ങൾ പറയാൻ ഇടയാക്കുന്നതെന്തിന്? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്.
തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾക്ക് സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി. ദൈവത്തെ ആരാധിക്കുക, ദൈവം ചെയ്ത പ്രവൃത്തി അംഗീകരിക്കുക. ദൈവം ചെയ്ത പ്രവൃത്തി എന്താ? ഈശോയെ നമുക്ക് വേണ്ടി അയച്ചു, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഈശോയുടെ മരണത്തിൻ്റെ അനുസ്മരണമാണല്ലോ ബലിയർപ്പണം. അപ്പം നമ്മൾ ബലിയർപ്പണത്തിലൊക്കെ പങ്കുചേരുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ഇതിൽ പരം അതിൻ്റെ അപ്പുറം ഒരു ദൈവാരാധനയില്ല ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബലിയർപ്പിക്കുക ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ബൈബിളിൽ നീതിമാൻ എന്ന് പറയുന്നത് ഒരുവൻ അർഹതപ്പെട്ടത് കൊടുക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുക. അപ്പം ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുന്നവനെ നീതിമാൻ എന്ന് വിളിക്കും. ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അനുസരിക്കുന്നവനെ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയും. ഇല്ല, നമ്മളൊരു കാര്യത്തോട് അണുകിട വ്യതിചലിക്കാതെ കൂടെ നിൽക്കുന്നവൻ വിശ്വസ്തൻ എന്ന് നമ്മൾ പറയും. അതാണ് നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും.
നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും, നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. അത് വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഗലാത്യ 3:11 നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ഇപ്പം നമ്മൾ രക്ഷപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം അത് 18-ാം അധ്യായം 9-ാം വാക്യം, അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും 23-ാമത്തെ വാക്യത്തിൽ യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം സ്വീകരിച്ചവരാണ്, വിശ്വാസം സ്വീകരിച്ചവരാ. വചനം പറയുന്നത് എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, അത് പാലിക്കണം, അതനുസരിച്ച് ജീവിക്കണം. വിശ്വാസം, നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിശ്വാസം ജീവിക്കണം, വിശ്വസ്തരായിരിക്കണം, ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ഇന്നത്തെ ഇപ്പം 2 വിധത്തിൽ നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കും. ഇപ്പോൾ ഒരു ദൈവാരാധനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അഭിഷിക്തർ പറയുന്നത് കേൾക്കുക. അഭിഷിക്തർ പറയുന്നത് കേൾക്കുക. നമ്മൾ പൗലോസിൻ്റെ കാര്യമാണ് ഇന്നത്തെ 1-ാം വായനയിൽ വായിച്ചു കേട്ടത്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഒരു മിന്നലൊളി, ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ മിന്നലൊളിയാണ് സാവൂളിനെ മാനസാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റിയത്. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുത്തവളാണ് മറിയം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ഉടനെ തന്നെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ കാര്യം ഏറ്റെടുത്തവളാണ്. അപ്പം മറിയത്തിനോട് ചേർന്ന് നിൽക്കുന്നതും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തുല്യമാണ്. ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തുല്യമാണ്. അത് ഇന്നത്തെ 1-ാം വായനയിൽ നമുക്കറിയാം. എന്തുകൊണ്ടാണ് അവർ വേറെ സ്ഥലത്തേക്ക് പോയത്? എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. നടപടി പുസ്തകം 14-ാം അധ്യായം, ചിലർ യഹൂദന്മാരുടെ കൂടെയും ചിലർ അപ്പോസ്തലന്മാരുടെ കൂടെയും ചേർന്നു. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതിയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്ക്, ദർബയിലേക്ക്, സമീപ പ്രദേശങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു. എന്നിട്ട് അവർ അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെയാണ് ലിസ്ത്രായിൽ ചെല്ലുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ഓടിച്ചിട്ട് അവരെ സ്വീകരിച്ചില്ല. ദൈവദാസന്മാരെ സ്വീകരിച്ചില്ല. ദൈവദാസന്മാർ പറയുന്നത് അവരനുസരിച്ചില്ല. അപ്പോൾ അവർ മറ്റു നഗരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കാല് സ്വാധീനമില്ലാത്ത ഒരാളെ സുഖപ്പെടുത്തി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ബർണബാസും പൗലോസുമാണ്. ഒരാളെ സേവൂസ് എന്ന ദേവന്റെ പേര് കൊടുക്കാൻ തുടങ്ങി. പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ ഹെർമസ് എന്ന പേര് വിളിച്ചു. ദേവന്മാർക്ക് തുല്യമായി. എന്നിട്ട് നഗരത്തിന് മുമ്പിൽ സേവൂസിന്റെ ക്ഷേത്രത്തിന്റെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ്.
വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യരെ ദേവന്മാരായി ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മളുടെ തെറ്റ് വരാൻ പോണതാണ്. നമ്മുടെ തെറ്റ്, നമ്മൾ ദൈവത്തെക്കാൾ ഉപരി വേറെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു, വേറെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ തീരുമാനിക്കുന്ന നേർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ തീരുമാനിക്കുന്ന കാര്യം, ഞാൻ ഇന്നത് ചെയ്തോളാം എന്ന് നേർന്നിട്ട് അതിൽ ആശ്രയം വയ്ക്കുന്നു. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ, ഞായറാഴ്ച ആചരിക്കണം, കടപ്പെട്ട തിരുനാൾ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം, കൂടെ കൂടെ കുമ്പസാരിക്കണം. ഇത് സഭയിലൂടെ അഭിഷിക്തർ നമ്മളോട് വാതോരാതെ പറയുന്ന കാര്യമാണ്. നമ്മൾക്ക് ചിലപ്പോൾ അതൊന്നും താല്പര്യമില്ല. ദൈവദാസന്മാരെ പുച്ഛിക്കും. ചിലപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിലാണ് നമ്മുടെ താല്പര്യം. നമ്മളങ്ങ് നമ്മുടെ സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ അങ്ങ് ദൈവത്തോട് പറയും. എന്നിട്ട് പലരും വന്ന് പറയുന്ന കാര്യം നേർച്ച നിറവേറ്റിയില്ല, അത് പാപമായിട്ട്. നിങ്ങൾ പറഞ്ഞ കാര്യം ദൈവത്തോട് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ പാപമാണോ? നേർച്ച നിറവേറ്റാതിരുന്നാൽ പാപമാണോ? എനിക്കറിയില്ല. നേർച്ച നിറവേറ്റാതിരുന്നാൽ പാപമാണോ? നീ അത് പറയുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നിന്നെ കൊണ്ടതും പറ്റിയെന്നില്ല എന്ന് ദൈവത്തിനറിയാം. നിനക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ നീ നേർന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ പാപമാകും? ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലാണ് പാപം. നിന്റെ സൗകര്യപൂർവ്വം നീ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അതെങ്ങനെ പാപമാകും? അത് പാപമാകിയല്ല, അത് പാപമാകിയല്ല. നിന്നോട് ദൈവം സഭയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ അനുസരിക്കാതിരിക്കുമ്പോഴാണ് അത് പാപമാകുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അത് പാലിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അപ്പം അത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. രക്ഷപ്പെടാനായിട്ടുള്ള എളുപ്പ വഴിയാണ് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക. ചിലർ ഈ കാലയളവിൽ ഈശോയേക്കാൾ പ്രാധാന്യം മറിയത്തിന് കൊടുക്കുന്നുണ്ട്. അറിയാതെ മറിയത്തിന് കൊടുക്കും. മറിയം ദൈവമല്ല. പക്ഷേ ഈശോയേക്കാൾ പ്രാധാന്യം മറിയത്തിന് കൊടുത്തു പോകുന്നുണ്ട്. എന്തുകൊണ്ട്? ചില ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് വിശുദ്ധർക്ക് കൊടുക്കുന്നുണ്ട്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അത്ഭുത പ്രവർത്തകൻ. വിശുദ്ധരാണോ അത്ഭുതം ചെയ്യുന്നത്? അവരിലൂടെ ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്സ് എടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സവിശേഷതകൾ നമ്മൾ വിശുദ്ധർക്ക് എടുത്തു കൊടുക്കുന്നു. അത് ശരിക്കും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ മറിയത്തെ സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണം എന്ന് സഭയിൽ മുറവിളി ഉണ്ടായി. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ, ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയാണ് അങ്ങനെ ഒരു അവദാനത്തിൻ്റെ ആവശ്യം മറിയത്തിനില്ല. കാരണം ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ്. ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ്. വിശുദ്ധർക്ക് പ്രാധാന്യം കൊടുത്ത് ഈശോയേക്കാൾ അധികം മറിയത്തിന് പ്രാധാന്യം കൊടുത്ത് ഈശോയുടെ ഏകരക്ഷകൻ എന്ന പദവിക്ക് മങ്ങലേൽക്കാൻ പാടില്ല. ദൈവമയച്ച യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ. യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. യേശുക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചത്. യേശുവിൻ്റെ ബലിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ ഇതേക്കുറിച്ച് സഭയിൽ പറയുന്ന ലാട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ലാട്രിയ. മറിയത്തിന് കൊടുക്കുന്നത് വണക്കമാണ്, വെനറേഷൻ. അഡോറേഷൻ അല്ല, വെനറേഷൻ. അതിന് മറിയത്തിന് കൊടുക്കുന്നത് ഹൈപ്പർധൂളിയ, അതിവണക്കം. അത് കഴിഞ്ഞ പിന്നെ യൗസപിതാവിനാണ് പ്രോട്ടോധൂളിയ, പ്രഥമ വണക്കം. വിശുദ്ധർക്ക് അതിലും താഴെയാണ് വെറും വണക്കം, ധൂളിയ എന്ന പദമാണ് വണക്കത്തിന് ഉപയോഗിക്കുന്നത്. വിശുദ്ധർക്ക് വണക്കം മാത്രം. അപ്പം ദൈവത്തിന് കൊടുക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ദൈവം തരേണ്ടതാണ് കുഞ്ഞല്ലേ. പിതാവായ ദൈവത്തിൻ്റെ മടിയിലല്ലേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മടിയിലും തോളിലും കുറേ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പിതാവേ, സൃഷ്ടാവായ ദൈവമേ, ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിലേക്ക് താ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം ഏതെങ്കിലും ഒരു മരത്തിൽ കൊണ്ടുപോയി തൊട്ടിൽ കെട്ടിയാൽ
നമ്മൾ മരത്തെയാണോ ആരാധിക്കുന്നത്, തൊട്ടിലിനെയാണോ ആരാധിക്കുന്നത്? ദൈവത്തെ മറന്നു കളയുന്നത് പോലെയാണ്. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രിയ ദൈവവൈതലേ, നിനക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി ദൈവത്തെ ആരാധിക്കുക എന്നതാണ്, ദൈവത്തോട്. അതുകൊണ്ടാണ് അബ്രഹാം നീതിമാൻ വിശ്വസ്തത മൂലം ജീവിക്കും. അബ്രഹാം തൻ്റെ പുത്രൻ ഇസ്ഹാക്കിനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകത്തക്ക വിധം ദൈവത്തോട് വിശ്വസ്തതയോടുകൂടെ നിന്നു. യൗസേപ്പിതാവിന് എന്തുകൊണ്ടാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്? യൗസേപ്പിതാവ് ദൈവഹിതത്തോട് വിശ്വസ്തതയോടുകൂടി നിന്നു. മറിയത്തെ വിശ്വാസികളുടെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ദൈവഹിതത്തോട് നല്ല കട്ടക്ക് കൂടെ നിന്നു. അതുകൊണ്ടാണ് മറിയം വിശ്വാസികളുടെ മാതാവായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ നാളുകളിൽ, ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. സ്ഥൈര്യലേപനം എന്ന കൂദാശ ലാറ്റിൻ ക്രമത്തിലെ 13 വയസ്സാകുമ്പോഴാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത്. അത് നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പൊ ഇപ്പോഴും നമ്മൾ എന്താണ് നന്മ? ദൈവാരാധന നടത്തുന്നതാണ് നന്മയെന്നറിഞ്ഞിട്ടും ദൈവാരാധനയിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലമില്ല. വിശ്വസ്തരല്ല എന്നാണ് അർത്ഥം. വിശ്വസ്തരെയാണ് ദൈവം കടാക്ഷിക്കുക. മറിയം എന്ന സഭയില് ഇങ്ങനെ അഭിഷേകമുള്ളവളായി നിലകൊള്ളുന്നതിന്റെ കാരണം, മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ കുരിശിന്റെ ചുവട് വരെ കൂടെ നടന്നിട്ട് കുരിശിന്റെ ചുവട്ടിൽ ആ ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചിട്ട് മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ ശരീരത്തെ തൻ്റെ മടിയിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ വിശ്വസ്തയായിരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? വിശ്വസ്തത. അത് തന്നെയാണ് വിശ്വാസം. ഇത് നമുക്ക് വേണം. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് വിശ്വസ്തരായിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അവര് ഇന്നത്തെ 1-ാം വായനയുടെ അവസാനം പറയുന്നത്, അവരെ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, നടപടി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യം, അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. നിങ്ങൾ ചെയ്യല്ലേ മക്കളെ, ഇങ്ങനെ ദൈവത്തിന് കൊടുക്കണം ആരാധന, മനുഷ്യർക്ക് കൊടുക്കല്ലേ മക്കളെ, ഇങ്ങനെ പറഞ്ഞു അവർ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. ഇവിടെ പലപ്പോഴും പെടാപ്പാടുപെടുന്നുണ്ട് മക്കളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ. കൂട്ടാക്കുന്നില്ല, ചിലര് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് തന്നെ കൊടുക്കണം. ബൈബിളിലെ പൗലോസ് അപ്പോസ്തലൻ ആ കാലയളവിൽ അവർ നേരിട്ടൊരു പ്രതിസന്ധിയാണ്. ജനത്തെ, ദൈവാരാധന നടത്താത്ത ജനത്തെ, അവർ മനുഷ്യാരാധന, വസ്തുക്കളെ ആരാധിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കാൻ അവർ കഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രിയ ദൈവവൈതലേ, നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദേവദാസന്മാരെ, അഭിഷിക്തരായ വൈദികർ ചിലപ്പോൾ ഇതെന്ത് ചെയ്യാനാണ് ഈ ജനത്തെ? പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കട്ടെ. മറിയത്തെ പഠിപ്പിച്ചതാരാ? മറിയത്തിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിൻ്റെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കാൻ, ഞായറാഴ്ച ആചരണത്തോട്, കുംഭസാരത്തോട്, കുർബാന സ്വീകരണത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കട്ടെ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ
നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ മറിയമേ, ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ദൈവകൽപ്പനകളോടും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. ആമേൻ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകൾ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാനോടും വൈദികഗണത്തിനോടുമൊത്ത് സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപടി ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹാ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.